ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും അമ്മൂസും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പ്ലാൻ ഇട്ടതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊരു കാർണിവൽ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് കാണാൻ പോകണം എന്നുള്ളത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവൾക്ക് ഡ്യൂട്ടി ചേഞ്ച് ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ മക്കൾസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അപ്പോൾ അവർക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനും മക്കൾസും കൂടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ നിങ്ങളെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭംഗിയെന്ന് അറിയും, ചെന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളങ്ങനെ ചെന്നപ്പോൾ തന്നെ അമ്മൂസി ഇങ്ങനെ പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് ഇതിൽ കയറണം, അതിൽ കയറണം, അങ്ങനെ എല്ലാത്തിലും കയറണം എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മൂസേ, അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അമ്മൂസും അച്ഛനും കൂടി ഒരു ദിവസം വരുമ്പോൾ രണ്ടുപേരും ചെന്നിട്ട് എല്ലാത്തിലും കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അവൾക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് അവൾ കേട്ടു കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നന്നായി പിടിച്ചില്ലെങ്കിൽ അങ്ങനെ മിസ്സാവുന്ന പോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കാണാനില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഒരു 7 മണിയാകുമ്പോൾ എത്തി കേട്ടോ. 7 o'clock എത്തി. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു 10:30 ഒക്കെ ആയി, ആ സമയമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഞങ്ങൾ അത്രയും സമയം അവിടെ എൻജോയ് ചെയ്തു എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ ചെന്ന പാടെ എനിക്ക് ഇതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ, എനിക്കും അപ്പൂസിനും. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരുന്നത് അല്ലാതെ ഒന്നിലും കയറിയിട്ടില്ല. പക്ഷെ അമ്മൂസ് കുറേ എണ്ണത്തിലൊക്കെ കയറി, അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കയറ്റി വിട്ടു. പിന്നെ ഞങ്ങൾ ചെന്നപാടെ നോക്കി കണ്ടുപിടിച്ചതാണ് പാനിപ്പൂരി. ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യമാണ് പാനിപ്പൂരി കേട്ടോ. ഹസ്ബൻഡ് എവിടെ ചെന്നാലും പാനിപ്പൂരി ഉണ്ടാവും, വണ്ടി നിർത്തി ഞങ്ങൾക്ക് വാങ്ങിത്തരും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ 2 പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങി കഴിച്ചു കേട്ടോ. എന്തോ ഒരു ടേസ്റ്റാന്ന് വെച്ചാൽ എന്തൊരു ടേസ്റ്റാണോ, ഭയങ്കര അങ്ങനെ വയറ് നിറയാനില്ലെങ്കിൽ ഒരു എന്താ പറയുക, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാനിപ്പൂരി തിന്നാൻ ആണ് അവിടെ പകുതിയിലധികം ആൾക്കാരുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പ്ലേറ്റ് പാനിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. പാനിപ്പൂരി ഞങ്ങൾ 3 നേരം ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. നെക്സ്റ്റ് ട്രൈ ചെയ്തത് ഈ കാണുന്ന സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ വാങ്ങിയതാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്നൊരു പൊട്ടാറ്റോ ഒരു ഹാഫ് ഫ്രൈ അത്രയേ ഉള്ളൂ. അതിൽ കുറച്ച് സോസ് ഉണ്ട്, കുറച്ച് ഉപ്പുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ മക്കൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവർ മുഴുവൻ അത് കഴിച്ചു തീർത്തു കേട്ടോ. നെക്സ്റ്റ് ഈ കാണുന്നത് അമ്മൂസിന് ഇതിൽ തുള്ളി മറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അമ്മൂസിന് അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വെച്ച് പിന്നെ അവളെ അങ്ങോട്ട് കയറ്റി വിട്ടു കേട്ടോ. പിന്നെ അവൾ അങ്ങനെ തുള്ളുന്നോ നിരങ്ങുന്നൊക്കെ ഞാനും അപ്പുമോളും ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൂസിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ട് അവൻ കയറിയിട്ടില്ല, അവനിങ്ങനെ ബാക്ക് വലിഞ്ഞു പോവാം. പിന്നെ ഞാൻ വലിയ നിർബന്ധിച്ചില്ല കേട്ടോ, പേടിയല്ലേ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എത്ര കുട്ടികളാണ് നമുക്ക് ഒന്നും അറിയില്ല, അവരുടെ ഒരു നിഷ്കളങ്കമായ ഒരു ബാല്യമല്ലേ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കണത് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയല്ലേ, മനസ്സിങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലം ആലോചിച്ച് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടോയെന്നറിയില്ല. എനിക്കങ്ങനെ പാർക്കിലൊന്നും പോയിട്ടൊരു ഓർമ്മ കൂടിയില്ല. ഓർമ്മകളെന്ന് പറയാൻ എനിക്കങ്ങനെ നല്ലൊരു ബാല്യ ഓർമ്മകളൊന്നും ഇല്ല കേട്ടോ. എനിക്കൊരു പക്വമായൊരു ബാല്യമായിരുന്നു. വീട്ടു ജോലികൾ എടുക്കണം, അമ്മമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാ പണികളും തീർത്ത് കുളിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുക അടിക്കും എന്നുള്ളൊരു ഭയത്തിൽ ജീവിച്ചൊരു ബാല്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ബാല്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നുണ്ട് കേട്ടോ.
പിന്നെ അന്ന് ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ടി വി കാണലായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വീട്ടിലൊന്നും ടി വി ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ദൂരം നടന്നിട്ട് വേണം കേട്ടോ ടി വി കാണൽ. ടി വി എന്ന് വെച്ചാൽ ഒരു സാറ്റർഡേ, അതായത് സൺഡേ ഒരു 4 മണിക്കൊരു സിനിമ ഉണ്ടാവുമല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമേ പോവാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആ വീട്ടിൽ പോയിരുന്ന് അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്ന് ആ സിനിമേൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴായിരിക്കും അവർ ടി വി ഒന്ന് ഓഫാക്കും കേട്ടോ. അയ്യോ ടി വി ചൂടായി ഇനി പൊട്ടിത്തെറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓഫാക്കുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ നടന്നു പോയ നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സിനിമേൻ്റെ ക്ലൈമാക്സ് ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് പൂരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ സ്കൂളായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ച എൻ്റെ GHS ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ആ സ്കൂളിനോടൊരു സ്നേഹം മാത്രമല്ല കേട്ടോ, എനിക്കൊരു നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, മാഷന്മാർ, പേഴ്സണലി അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവരെന്നെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ടീച്ചറിൻ്റെ പേര് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും ടീച്ചേഴ്സിൻ്റെ ഒരു കണ്ണിലുണ്ണി ആവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ചില ടീച്ചേഴ്സിനോടൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ്. എനിക്ക് ഇപ്പോഴത്തെ പാരൻസിനോട് പറയാൻ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ മക്കൾക്ക് വേണ്ടി ഇത്രയും സമയം നമ്മളെ ലൈഫിൽ മാറ്റി വയ്ക്കുക. എന്ത് തിരക്കാവട്ടെ, ഇനി എന്ത് പ്രശ്നങ്ങളാവട്ടെ, അതൊന്നും അവരെ ബാധിക്കാതെ അവർക്ക് പറയാനുള്ള കുഞ്ഞു കാര്യങ്ങളായിരിക്കും കേട്ടോ. ചിലപ്പോൾ സ്കൂളിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അതൊക്കെ നമ്മൾ കേട്ടിരിക്കുക. ആ കേട്ടിരിക്കാൻ ഒരാളുണ്ട് എന്നറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു അമ്മയാണ് കേട്ടോ. കാരണം അമ്മൂസിൻ്റെ ഓരോ ക്ലാസ്സിലെ, അമ്മൂസും അപ്പൂസും ആവട്ടെ, രണ്ടുപേരും ക്ലാസ്സിൽ കുഞ്ഞു അവർക്കത് വലിയ ആനക്കാരിയാണ് കേട്ടോ. അപ്പോൾ പ്രോമിസൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ എന്നോട് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരെപ്പോഴും അമ്മൂസൊക്കെ പറയാം, അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ പറയണത്, അമ്മ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടോ ഇങ്ങനെ ചില സീക്രറ്റ്സൊക്കെ പറയണത്. പിന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പാർക്കിൽ പോകണമെന്നോ ഒരുപാട് ക്യാഷ് ചിലവാക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളെ കൊണ്ട് സാമ്പത്തികമായി പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മക്കൾസിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പറഞ്ഞവരും നമ്മൾ എവിടേക്കോ പോയല്ലേ. പിന്നെ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇതാ കുറച്ച് ബിസ്ക്കറ്റ്സും പിന്നെ കുറച്ച് ഹോർലിക്സിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ട് എറിഞ്ഞ് അതിന് ഏതെങ്കിലും ഒന്നിൻ്റെ അകത്ത് വീണാൽ അത് നമുക്ക് കിട്ടും. അങ്ങനെ അമ്മൂസ് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഗൈസ് എന്നെ കൊണ്ട് പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്നത് കണ്ട കുറച്ച് മീനും പിന്നെ കുറച്ച് പൂച്ചക്കുട്ടികളും പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ മാത്രം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, പക്ഷേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഇതൊക്കെ ധാരാളമാണല്ലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കുറച്ച് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അപ്പൂസിനെ ഇങ്ങനെ നോക്കിയിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് സമയമൊക്കെ നോക്കിയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോകുന്നത് പറ്റിയോടെ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറണം. അങ്ങനെ അതും കയറി കേട്ടോ. അപ്പൂസിന് എത്തും നിർബന്ധിച്ചിട്ട് അപ്പൂസിന് ഭയങ്കര പേടിയാണ്. ആൾ നല്ല കരച്ചിലായിരുന്നു, കയറിയിട്ടില്ല കേട്ടോ. പക്ഷെ അവസാനം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൂസ് ഒന്ന് കയറി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന അവിടെ ഉണ്ടായ കുറച്ച് കടകളാണ് കേട്ടോ. ഒന്നും വാങ്ങില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നോക്കിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട്, അതായത് ഹസ്ബൻഡ് വിളിച്ചു വിട്ടു, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വേഗം വാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കട കണ്ടതാണ് കേട്ടോ. പപ്പൂസ് ഇങ്ങനെ പറയുന്നത്, അമ്മ എനിക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കായിരുന്നു. അപ്പോൾ ആ കടയിൽ നിന്നൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.